അല്ലെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് 2-3 ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഇങ്ങനെ ഒരു തരത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ ദീക്ഷ കൊടുക്കുമ്പോൾ ആ ഒരു എനർജി തത്വത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. എന്ത് രീതിയിലാണെന്നറിയില്ല, എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നെങ്കിലും ഒരു തോട്ടെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓടിച്ചെന്ന് ഒരു ഗുരുവിന്റെ അടുത്ത് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന ഒരു നല്ല ദീക്ഷ എന്ന് പറയുന്നത്. ഇതോടെ ഇപ്പൊ ചോദിക്കുന്നു ഏത് മാർഗം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങ് ഏത് പറയും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മാർഗങ്ങൾക്കും അതിൻ്റെതായ റിസ്കുകളും ഉണ്ട്, എല്ലാ മാർഗങ്ങൾക്കും അതിൻ്റെതായ സൗകര്യങ്ങളുമുണ്ട്. ഇപ്പം ജന്മനാ കുണ്ടലിനി അനുഭവം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിലപ്പോൾ ഭൗതിക ജീവിതത്തിൽ മറ്റ് പല തലങ്ങളിലും പരാജയമായിരിക്കില്ല, മറ്റു പല തലങ്ങളിലും അവർക്ക് ആ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. അതുപോലെ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിലായിട്ടുണ്ടാകുന്ന ഒരു കുണ്ടലിനിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അയാൾ അനുഭവിക്കുന്ന ആ തലത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമാവസ്ഥയിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് അയാൾക്ക് മറ്റൊരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ടായിരിക്കും. പക്ഷെ അയാൾക്ക് ആ ട്രാൻസ്ഫോർമേഷനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ. ഒരിക്കലും ആരും ആക്സിഡന്റ് ഉണ്ടാകാൻ ആഗ്രഹിക്കില്ല. ഇനിയും ഇപ്പം ഈ പറഞ്ഞ പോലെ മെഡിസിനോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയും റിസ്കുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മെഡിസിൻ്റെ ഒരു ചെറിയൊരു കാര്യം മാറിപ്പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തി പിന്നെ ഭ്രാന്തായി പോകാം. അവനാണ് കുണ്ടലിനി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എന്താ പറയുക അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. അതേപക്ഷം കൃത്യമായിട്ടുള്ളൊരു പ്രാക്ടീസിലൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രാക്ടീസുകൾ കൃത്യമായിട്ട് കടന്നു പോകുക എന്ന് പറയുന്നത് അത് വലിയൊരു എഫോർട്ടാണ്. അപ്പോൾ അത്രയും എഫോർട്ട് ഇട്ട് ജീവിതത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് അവിടെയും പറ്റുള്ളൂ. അതേപക്ഷം ഗുരുവിൻ്റെ ദീക്ഷയിലൂടെ കിട്ടുമ്പോൾ അത് പെട്ടെന്ന് കിട്ടും. അതും ദീക്ഷയിലൂടെ കിട്ടുക എന്ന് പറയുന്നത് പെട്ടെന്നല്ല കൊടുക്കുന്നത്. ഒരു ഗുരു ഒരു ശിഷ്യനെ വാർത്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ശിഷ്യനെ ആ ശിഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അവിടെ. അത്രയും പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ട് വന്നതിന് ശേഷമാണ് ആ ദീക്ഷ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഓടിച്ചെന്ന് ഒരു ഗുരുവിൻ്റെ അടുത്ത് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന ഒരു നല്ല ദീക്ഷ എന്ന് പറയുന്നത്. ഓൺലൈൻ ദീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് പല കോമഡികളും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും കൊടുക്കേണ്ടതല്ല ദീക്ഷ എന്ന് പറയുന്നത്. ഇപ്പം ഒരു നമുക്കറിയാം, ഒരു ശിഷ്യൻ എപ്പോൾ തയ്യാറാവുന്നു അപ്പോൾ ഒരു ഗുരു പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഒരു ശിഷ്യൻ ആ ആത്മീയ സാധനയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ഒരു ശിഷ്യനായിട്ട് പരിണമിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ശിഷ്യനായിട്ട് തീരാനായിട്ട് പിന്നെ തീരുമാനിക്കുന്ന സമയത്ത് ഗുരു അവിടെ നിന്ന് പുറപ്പെട്ട് കഴിയുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ ഗുരുജി, ഇപ്പൊ ഞാൻ ഗുരുവിന്റെ അടുത്ത് വരുന്നത് ഒന്നും അറിയാതെ എന്താണ് ഇതൊന്നും, ഞാൻ പറഞ്ഞ ഒരു യോഗ ക്ലാസ്സിന്റെ മുന്നിൽ കൂടെ പോലും പോയൊരു പരിശീലനം. പക്ഷെ ഗുരുവിലെത്തി എനിക്ക് ദീക്ഷ സ്വീകരിച്ചിട്ട് ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് 1 വർഷത്തോളമായി ഒരു ജേണി ഇവിടെ വരെ എത്തിയിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? അവിടെ പണ്ട് തൊട്ട് ഒരു കാര്യമുണ്ട്, എന്ത് രീതിയിലാണെന്നറിയില്ല, എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നെങ്കിലും ഒരു തോട്ടെങ്കിലും ഉണ്ടായിരുന്നു. അല്ല, അതെന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു നിയോഗമാണ്. ഈ ഗുരുവിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ജന്മ നിയോഗമാണ്. ഇപ്പം എല്ലാ ജന്മങ്ങളിലും നമുക്ക് ഗുരുവിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പം പല ജന്മങ്ങളിലൂടെ കടന്നു വന്ന് ആ ഗുരുതത്വത്തിലേക്ക് അറിഞ്ഞ് അല്ലെങ്കിൽ ആ ഗുരുതത്വത്തെ വേണമെന്ന് പല ജന്മങ്ങളിലൂടെ ആഗ്രഹിച്ച് ആ മോക്ഷം, നമ്മളെല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് പരമമായ മോക്ഷമാണ്. അപ്പം മോക്ഷത്തിന് കടക്കണമെന്നുണ്ടെങ്കിൽ ദീക്ഷ എടുക്കണം, അല്ലെങ്കിൽ ദീക്ഷയാണ് അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദീക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? ഒരു ഗുരുവിനെ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് AI എത്ര വികസിപ്പിച്ചെന്ന് പറഞ്ഞാലും, കമ്പ്യൂട്ടറും ഈ പറഞ്ഞ സാങ്കേതികവിദ്യ എത്ര വികസിച്ചെന്ന് പറഞ്ഞാലും, ആ ഒരു സാങ്കേതികവിദ്യക്കും അല്ലെങ്കിൽ ഒരു AIക്കും നമുക്ക് ഒരിക്കലും ദീക്ഷ കൊടുക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മളത് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ നമുക്ക് ദീക്ഷ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന് എന്ത് വേണം? ആ ഒരു നിയോഗം വേണം. ഇപ്പം ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാനായിട്ട്, ഇപ്പം എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുകയും വരാനായിട്ട് അവർ പൈസ അടയ്ക്കുകയും പിന്നെ മുൻകൂട്ടി ഫീസ് അടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് ആ സമയമാകുമ്പോഴേ അതിലേക്ക് വരാൻ പറ്റും. ഇപ്പം ചിന്മയ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ചിന്മയയുടെ ബേസിൽ ചിന്മയ അറിയുന്ന ചിന്മയ എന്ന് പറയുന്നത്, അതായത് ചിന്മയ അറിയുന്ന ചിന്മയ എന്ന് പറയുന്നത് ഒരു ബേസിക് ഇതാണ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അവിടെ. പക്ഷെ ചിന്മയുടെ ഉള്ളിൽ ചിന്മയുടെ ബോധതലത്തിൽ എന്തുണ്ട്? ജന്മങ്ങളായിട്ട് ആർജിച്ചെടുത്ത ആ ഒരു ഇത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗുരുവിനെ അറിയാനായിട്ടുള്ള ആ ഒരു ത്വര കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആ നിയോഗം ലഭിച്ചത്. അതുകൊണ്ടാണ് പിന്നെ ചിന്മയ്ക്ക് ആ ഒരു ഗുരുതത്വത്തിലേക്ക് കണക്ട് ആകാൻ പറ്റിയത്. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അതിലേക്ക് കണക്ട് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കൊന്നും പലർക്കും സാധിക്കാറില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും ഇവിടെ ഒത്തിരി ബ്ലോക്ക് ഉണ്ട് വരാനെന്ന് പറയും. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തിട്ട് വരെ ഉണ്ട്.
ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് അങ്ങനെ വരാൻ പറ്റിയല്ലോ. ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അല്ല എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാനും വർഷങ്ങളോളം തേടി നടന്നതിന് ശേഷം ഈ എല്ലാ തേടലും ഉപേക്ഷിച്ച വ്യക്തിയാണ്. അതായത് വർഷങ്ങളോളം ഞാൻ അതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ദീക്ഷ ലഭിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു ഗുരുവിനെ അന്വേഷിച്ച് വർഷങ്ങളോളം നടന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നും ലഭിക്കാതിരുന്ന സമയത്ത് അവസാനം ഇത് ഇനി വേണ്ട, കാരണം ഇനി ഇത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, ഇവിടെ ഇല്ല, കിട്ടാൻ അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടാനില്ല. നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഫേക്കായിട്ടുള്ള ആളുകളാണ്. നമ്മളൊരു എന്താ പറയുക, നമ്മളിത് അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ ഈ ഒരു ആത്മീയതയിലേക്ക് നമ്മൾ കടക്കാനായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് അതിന് വേണ്ടി നമ്മൾ പൈസ മുടക്കി നമ്മൾ ഇങ്ങനെ അലഞ്ഞ് നടക്കുമ്പോൾ ചെന്നെത്തുന്നതിൻ്റെ അകത്ത് 90% എന്താണ് ഫേക്കായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് അവിടെ എല്ലാം ചെല്ലുമ്പോൾ അവിടെ ആദ്യമേ നമുക്ക് മനസ്സിലാവില്ല ഒരു ഫേക്കാണോ നല്ലതാണോ എന്ന് മനസ്സിലാവില്ല. അവർ ആദ്യമേ വളരെ സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും, പ്രവർത്തിക്കും. അവസാനം ഇവർ അടുത്തറിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ അപ്പം ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ ഗുരുവിലേക്ക് എത്തിച്ചേർന്നത്. അപ്പം ആ ഗുരുത്വത്തിലേക്ക് എത്തിച്ചേർന്നതിന് ഉള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ ഈ ജന്മത്തിൻ്റെ നിയോഗം കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് 2-3 ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പം ഒരിക്കലും എന്നെ പണ്ട് അറിയുന്ന ഒരാളും സമ്മതിക്കുകയില്ല ഞാൻ ഇങ്ങനെ ഒരു തരത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നിൽ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഒരു എഫേർട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാത്രം ഒരു കഴിവോ അല്ല, അത് നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു നിയോഗമാണ്. അത് ആ പ്രപഞ്ചബോധത്തിലേക്ക് നമ്മളതിനെ സമർപ്പിച്ച് ആ നിയോഗത്തിന് വേണ്ടി നമ്മളെ സമർപ്പണം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ സംഭവിക്കേണ്ട അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു ശിഷ്യൻ എപ്പം തയ്യാറാവുന്നു അപ്പോൾ ഗുരു പുറപ്പെട്ട് കഴിയുമെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. അതിന് മുന്നേ വരെയുള്ള ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അപ്പൊ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അല്ല, ജീവിതം എന്ന് പറയുന്നത് ഓരോ ജന്മങ്ങൾ എടുക്കുന്നത് പോലും ഇതിനു വേണ്ടിയിട്ടാണ്, ഈ പരിണാമം സംഭവിക്കാനായിട്ടാണ്. ലൈഫ് എന്ന് പറയുന്നത് പരിണാമ വിധേയമാണ്. ഓരോ നിമിഷവും അനുനിമിഷം പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്നല്ല, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചം എന്ന് പറയുന്നത് ഓരോ നിമിഷത്തിലും പരിണമിക്കുന്നതിനൊപ്പം അത് ഓരോരോ പുതിയ പുതിയ സാധ്യതകളെ ആക്സസ് ചെയ്യുന്നുമുണ്ട്. പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മമായ സാധ്യതകളെ ആക്സസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രപഞ്ചം ആക്സസ് ചെയ്യുന്ന സാധ്യതകൾ എന്താണെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാം. കാരണം നമുക്ക് നമ്മുടെ വിഷനിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളെ നമുക്കറിയാൻ പറ്റുന്നത്. ആ ഡയമെൻഷനിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. അതേപക്ഷം പ്രപഞ്ചത്തിൽ അനുനിമിഷം ഈ പറഞ്ഞ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആളുകളല്ല ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങളിലും ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചു, എന്നിലും ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചു. അങ്ങനെ അനുനിമിഷം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിണാമ വിധേയമായും നമ്മൾ ഈ ജന്മം പൂർത്തിയാക്കുന്ന സമയത്ത് അവിടെ ആർജിച്ചിരിക്കുന്ന ആ പരിണാമ വിധേയമായിട്ടുള്ള അറിവുകളെയും കൂടി ശേഖരിച്ചുകൊണ്ടാണ് നമ്മുടെ ആത്മാവ് വീണ്ടും പുനർജനിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ പ്രപഞ്ച തത്വത്തിലേക്ക് ലയിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ആ ഒരു പൂർണ്ണത കൈവരുന്നത്. അപ്പോൾ അങ്ങനെ 112 ടെക്നിക്കുകളെ കൊടുത്തിട്ട് ഭൈരവൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ആപ്റ്റാവും. Yasha Living, synchronizing the art, tactics and spirituality.